ഹലോ ഹായ് വെൽക്കം ടു മൈ നൈറ്റി ഡയറീസ്. കുറേ കാലം കൂടിയിട്ടാണ് കേട്ടോ ഞാൻ കുറച്ച് നൈറ്റീസ് സ്റ്റിച്ച് ചെയ്യണത്. ഒരു 5-6 നൈറ്റി കട്ട് ചെയ്യണത് സ്റ്റിച്ച് ചെയ്യണതൊക്കെ ആയിട്ടുള്ള ചെറിയ ചെറിയ പാർട്ട് ഇൻക്ലൂഡ് ചെയ്യണമെന്ന ഒരു സ്വിങ് ഡയറി പോലത്തെ ഒരു വീഡിയോ ആണ്. ഒരു ദിവസം കൊണ്ടല്ല, 2-3 ദിവസം കൊണ്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അലോങ് വിത്ത് നമ്മളത് ഫോട്ടോ എടുക്കുന്നതും വീഡിയോ എടുക്കുന്നതും ഒക്കെ ആയിട്ടുള്ള ക്ലിപ്പ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതായത് നമുക്ക് കഴിവുണ്ടായാൽ മാത്രം പോരാ, നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ അറിഞ്ഞാൽ മാത്രം പോരാ, അത് കൃത്യമായിട്ട് ഷോക്കേസ് ചെയ്യാനും നമുക്കറിയണം എന്നുള്ളത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു മാൻഡറ്ററി ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കണമല്ലേ. നിങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ അറിയാം, എല്ലാ പേജസിനും ഇൻസ്റ്റാ പേജസ് ഉണ്ട്, അല്ലെങ്കിൽ വാട്സപ്പ് ത്രൂ സെല്ല് ചെയ്യുന്ന ആൾക്കാരുണ്ട്. നമുക്ക് തന്നെ നമ്മുടെ ഒരു പ്രൊമോഷൻ ചെയ്താലാണ് നമുക്കത് 4 പേരിലേക്ക് എത്തിക്കാൻ പറ്റുക. അറ്റ്ലീസ്റ്റ് ഞാൻ ഇന്നൊരു കാര്യം ചെയ്യുന്നുണ്ട് കേട്ടോ എന്നുള്ളത് നമുക്ക് നമ്മുടെ എന്താ പറയുക, പറയാതെ തന്നെ ഫോട്ടോസായിട്ടും റീലൊക്കെ ആയിട്ട് എഡിറ്റ് ചെയ്ത് ഇടുന്നതാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ്. അപ്പോൾ അതിലേക്കുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കണമല്ലോ. അപ്പം പറഞ്ഞിരുന്ന സമയം കൊണ്ട് ആദ്യത്തെ നൈറ്റി കംപ്ലീറ്റ് ആയി. ഇന്ന് ചെയ്യണതൊക്കെ 3 പീസ് നൈറ്റിയാണ്, യോക്ക് പ്ലീറ്റഡ് നൈറ്റിയാണ്. ഇത് ഓൾറെഡി എൻ്റെ കയ്യിൽ നിന്ന് സെല്ലായി കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂ ആൻഡ് വൈറ്റ് ഷെയ്ഡിൽ വന്നൊരു നൈറ്റി ആയിരുന്നു. ഒരു വൈറ്റ് പൈപ്പിംഗ് ഒക്കെ കൊടുത്തിട്ടാണ് അത് ചെയ്തത് കേട്ടോ. ഇനി നെക്സ്റ്റ് ചെയ്യാനുള്ളത്, ഞാനൊരു 3 എണ്ണം ഒരുമിച്ച് കട്ട് ചെയ്യുന്നുണ്ട്. ടോട്ടൽ ഒരു 6 എണ്ണമാണ് നമ്മൾ ചെയ്യണത്. അതിൽ ഓൾറെഡി ഞാനൊരു ഗ്രീൻ കളർ നൈറ്റിയുടെ ട്യൂട്ടോറിയലായിട്ട് ആ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഞാൻ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങളൊരു ബിഗിനർ ആണെങ്കിലും നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നൈറ്റി സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. നിങ്ങൾക്കത് സ്റ്റിച്ച് ചെയ്യാൻ പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വീഡിയോ ഒന്ന് റെഫർ ചെയ്താൽ നന്നായിട്ടോ. അപ്പോൾ ആ ഒരു ബാച്ചിലുള്ള തുണികൾ തന്നെയാണ് ഇത്. നല്ല രസമായിട്ടുള്ളൊരു ലാവൻഡർ ഷെയ്ഡാണ്, നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡാണ് കേട്ടോ. അപ്പോൾ നൈറ്റി ആവട്ടെ വേറെ എന്ത് ഗാർമെൻ്റ് ആവട്ടെ, നമ്മുടെ ഫസ്റ്റ് പരിപാടി എന്നുള്ളത് അത് അയൺ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അതിനുശേഷം കട്ടിങ്, ഇതെല്ലാം ഒരേ മെഷർമെൻറ്റിൽ വരുന്നത് കൊണ്ട് ഞാൻ ആദ്യം തന്നെ പാറ്റേൺ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഓരോന്നും ഇങ്ങനെ കട്ട് ചെയ്യുക, സ്റ്റിച്ച് ചെയ്യുക, അതിനുവേണ്ടി എക്സ്ട്രാ സമയം കളയണ്ടല്ലോ. അപ്പോൾ ആ രീതിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ ഇങ്ങനെ ഒരു ബൾക്ക് ഓഫ് തുണികൾ ഒരുമിച്ചിട്ടിട്ട് ഒന്നിച്ച് കട്ട് ചെയ്യല്ല, 1 by 1 ആയിട്ട് തന്നെയാണ് കട്ട് ചെയ്യണത്. പക്ഷേ പാറ്റേൺ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുള്ളത് മാത്രം കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് കട്ട് ചെയ്യുന്ന സമയത്തൊക്കെ കൃത്യമായിട്ട് കട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. എന്തെങ്കിലും മാർക്കിങ്ങിലോ മെഷർമെൻറ്റ്സിലോ തെറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ മാറിക്കൂട്ടും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. പിന്നെ ഒരു നൈറ്റി സ്റ്റിച്ച് ചെയ്യുന്നതിൽ ഏറ്റവും സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള ഒരു പാർട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് വേസ്റ്റേജ് വളരെ കുറവാണെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതിപ്പോൾ നെക്കിൻ്റെ ഭാഗത്തേക്കുള്ള ക്രോസ് പീസാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ ഒരു കുഞ്ഞ് ടാസൽ പോലൊരു സംഗതി ഫ്രണ്ടിൽ നൈറ്റിക്ക് കൊടുക്കുന്നുണ്ടല്ലോ. എൻ്റെ അമ്മയ്ക്കൊന്നും അത് ഇഷ്ടമല്ല. നൈറ്റി വാങ്ങിക്കഴിഞ്ഞാൽ ആദ്യം പറിച്ച് കളയുന്നത് അതായിരിക്കും. പക്ഷേ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ നമുക്ക് ആ ഒരു കുഞ്ഞൊരു ബോയൊക്കെ നൈറ്റിയിൽ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിൻ്റെ 3 എണ്ണത്തിന് കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഞാനത് ഇങ്ങനെയാണ് കേട്ടോ മടക്കി വെക്കണേ. അതിൻ്റെ ഉള്ളിൽ തന്നെ എല്ലാ പീസും വെച്ചിട്ട് അങ്ങ് മടക്കി വെക്കുകയാണ്. അല്ലാന്നുണ്ടെങ്കിൽ ആ ചെറിയ ചെറിയ പീസൊക്കെ മിസ്സാവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഇതിപ്പോൾ 3 കളറായതുകൊണ്ട് നമുക്ക് 3 കളർ ഇട്ടിട്ട് തന്നെ തയ്ക്കണം. കടയിൽ നിന്ന് വാങ്ങുന്ന നൈറ്റീസ് നോക്കുമ്പോൾ അവരൊരു ബ്ലാക്ക് നൂലിട്ടിട്ട് അധികവും എല്ലാതും തുന്നിയിരിക്കുന്നതായിട്ട് കാണാറുണ്ട്. എനിക്കതൊരു പ്രത്യേകമായിട്ടാണ് ഫീൽ ചെയ്തത്. കാരണം ആ നൂല് ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന തുണിയുടെ ഷെയ്ഡല്ല എന്നുണ്ടെങ്കിൽ ആ നൂല് എടുത്ത് കാണും. അപ്പോൾ അങ്ങനൊരു നൂല് അവിടെ എടുത്ത് കാണേണ്ട ആവശ്യമില്ല. നിങ്ങൾ കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ അതേ ഷെയ്ഡിലുള്ള ത്രെഡ് ഇട്ട് തന്നെ തയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ തയ്ക്കുന്ന ഒരു ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തന്നെ മിസ്സായി പോകാൻ ചാൻസ് ഉള്ള കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളുണ്ടല്ലോ. ഈ ആ ഒരു ക്രോസ് പീസ് അടിച്ചു മറിക്കാനുള്ള കഷ്ണങ്ങൾ, പിന്നെ നമുക്ക് ആ ഒരു വള്ളി ഉണ്ടാക്കാനുള്ള കഷ്ണം, ടാസൽ ഉണ്ടാക്കാനുള്ള കുഞ്ഞു കഷ്ണം, ഇതൊക്കെ ജോയിൻ ചെയ്ത് അത് ഫിനിഷ് ചെയ്ത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ആ ഒരു തലവേദന തീർന്നു. അല്ലെങ്കിൽ നമ്മൾ ഒന്നിച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് കൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ചെറിയ പീസസാണ്, ഒരു കഷ്ണം മിസ്സായാലും നമുക്കത് ഫിനിഷ് ചെയ്യാനായിട്ട് പറ്റില്ല. പിന്നെ അതും തിരഞ്ഞ് നടക്കേണ്ടി വരും. അപ്പം അങ്ങനെ നോക്കി പതുക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഞാൻ ഈ വീഡിയോയിൽ വളരെ സ്പീഡാക്കിയിട്ടാണ് ക്ലിപ്സ് ഇട്ടിട്ടുള്ളത്. സോ ദാറ്റ് ഇതൊരു ബോറിങ് പരിപാടിയായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. നമുക്ക് ഏകദേശം ഒരു 1 hour കൊണ്ട് ഒരു നൈറ്റി കട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റും. എന്നിരുന്നാലും ഞാൻ പലപ്പോഴും എനിക്ക് വണ്ടറായിട്ട് തോന്നിയിട്ടുള്ളത്, നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും സ്റ്റിച്ചിങ് ചാർജ് കുറഞ്ഞിട്ടുള്ള ഒരു ഗാർമെൻറ്റാണ് നൈറ്റി. പക്ഷേ അതിന് അത്രയ്ക്ക് ഒരു അണ്ടർ റേറ്റഡ് ആയിട്ട് വരേണ്ട ഒരു സാധനമാണ് നൈറ്റി. അറിയില്ല കേട്ടോ, സംശയമുണ്ട്. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. നമ്മളൊരു സ്ലിറ്റഡ് ടോപ്പ് ചെയ്യുന്ന അത്രയും പണിയൊക്കെ തന്നെ ഈ ഒരു നൈറ്റി സ്റ്റിച്ച് ചെയ്യാനുമായിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒരു കസ്റ്റം ഓർഡർ ആണെങ്കിൽ അത് ചിലപ്പോൾ അതിലേറെ പണി ഉണ്ടാവും. ഇതിപ്പോൾ ഇതിനകത്ത് ആ ഒരു ടാസൽ മാത്രമേ കൊടുക്കുന്നുള്ളൂ, നമ്മൾ സിബും കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ല. അപ്പോൾ സിബ് വയ്ക്കുകയാണെങ്കിൽ അതിലൊരു പണിയുണ്ട്. പിന്നെ എന്താണ് ഈ പറഞ്ഞ പോലെ ഡബിൾ സ്റ്റിച്ച്, ടോപ്പ് സ്റ്റിച്ചൊക്കെ ചെയ്തിട്ടൊക്കെ തന്നെയാണ് നമ്മളിത് സ്റ്റിച്ച് ചെയ്യണത്. ഈവൻ ദോ
നൈറ്റി സ്റ്റിച്ചിങ്ങിന് പൊതുവേ നമ്മുടെ ഒരു വില്ലേജ് ഏരിയയിലൊക്കെ വളരെ റേറ്റ് കുറവാണ് ആളുകൾ മേടിക്കുന്നത് എന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഞാനൊരു നൈറ്റി സ്റ്റിച്ച് ചെയ്യാനായിട്ട് 150 ആണ് മേടിക്കാറുള്ളത്. അത് തന്നെ കുറവായിട്ടാണ് എനിക്ക് തോന്നാറുള്ളത്. പക്ഷേ പലർക്കും അത്രയും പോലും കിട്ടാറില്ല, അത്രയൊന്നും വാങ്ങാൻ പറ്റാറില്ല എന്നുള്ളത് പറയാറുണ്ട്, അറിയാറുണ്ട്. അറിഞ്ഞുകൂടാ അതിൻ്റെ പിന്നിലുള്ള സൈക്കോളജി എന്താണെന്നുള്ളത്. ഞാൻ നോക്കുമ്പോൾ അത്യാവശ്യം പണിയുണ്ട്. നമുക്കിപ്പോൾ 1 മണിക്കൂർ നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിനൊരു 100 രൂപയെങ്കിലും നമുക്ക് കിട്ടണ്ടേ, എന്നാലല്ലേ ഒരു വേർത്തുള്ളൂ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യത്തിന്. ഇപ്പോൾ ഞാൻ പറയണത്, ഇപ്പോൾ നമ്മൾ ഒരു ഷോപ്പിൽ നിന്ന് ഓർഡർ എടുത്തിട്ട് ബൾക്കായിട്ട് അവർക്ക് തുന്നി കൊടുക്കുന്ന ആ ഒരു സെനാരിയോ അല്ല. ഒരു കസ്റ്റമർ നമുക്ക് ഫാബ്രിക് കൊണ്ടുതരികയാണ്, 1 2 കൊണ്ടുതരികയാണ് നൈറ്റി സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ അവരുടെ മെഷർമെൻറ്റിലേക്ക് അതിനെ നല്ല നീറ്റായിട്ട് പെർഫെക്റ്റായിട്ടും ഫിനിഷിങ്ങോട് കൂടി സ്റ്റിച്ച് ചെയ്ത് അയൺ ചെയ്ത് അത് കൊടുക്കുന്നതിന് നമുക്ക് കിട്ടേണ്ട ഒരു ചാർജ് എനിക്ക് തോന്നുന്നു 100 രൂപ പോലും മേടിക്കാത്ത ഒരാളുണ്ട്. അപ്പോൾ അതൊരു 100 രൂപയാണെന്ന് ഞാൻ വിചാരിക്കണില്ലേ. നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു 150 രൂപയെങ്കിലും വാങ്ങുക എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം കേട്ടോ. അപ്പോൾ നമ്മുടെ നൈറ്റിയുടെ സ്റ്റിച്ചിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത് ഓൾട്ടർ ചെയ്യാനുള്ള കുറച്ച് ഡ്രസ്സാണ് കേട്ടോ. ഞാനത് അയൺ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഇത് അയൺ ചെയ്യാനെടുത്തപ്പോൾ അതും കൂടി അയൺ ചെയ്യാം എന്ന് വിചാരിച്ച് കൊണ്ടുവിട്ടതാണ്. സ്റ്റിച്ച് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് അയൺ ചെയ്തിട്ടാണ് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുള്ളൂ, എന്നാലാണ് ചുളിവുകളൊക്കെ നിവർന്ന് കിട്ടുള്ളൂ. പിന്നെ അത് മാത്രമല്ല, നമുക്ക് ഈ ഒരു മാനിക്യൂൺ ഉണ്ടല്ലോ, ഈ ഒരു മാനിക്യൂണിൽ ഇട്ടിട്ട് കുറച്ച് വീഡിയോസും ഫോട്ടോസും എടുക്കും വേണം. ഞാൻ പറയാറില്ലേ, നമ്മളൊരു വർക്ക് ചെയ്യുന്നതിന് നമ്മുടെ കയ്യിൽ കൃത്യമായിട്ടുള്ള ഡാറ്റ ഉണ്ടാവണം, അല്ലെങ്കിൽ എവിഡൻസ് ഉണ്ടാവണം. നമ്മളത് ചെയ്തു എന്നുള്ളതിൻ്റെ ഫോട്ടോസ് നമ്മുടെ കയ്യിൽ വേണം. അങ്ങനെയാകുമ്പോഴാണ് നമുക്കത് സ്റ്റാറ്റസ് ഇടാനും റീൽ ഉണ്ടാക്കിയിടാനും ഒക്കെ പറ്റുള്ളൂ. നിങ്ങളൊരു സോഷ്യൽ മീഡിയ പേഴ്സൺ അല്ല എന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്കൊരു ബിസിനസ് ചെയ്ത് അതിലൊന്ന് ക്ലിക്ക് ആവണം എന്നുണ്ടെങ്കിൽ നമ്മൾ മസ്റ്റായിട്ട് സോഷ്യൽ മീഡിയ ഹാക്സും സോഷ്യൽ മീഡിയയുടെ ഒരു സൈക്കോളജിയും ഒക്കെ പഠിച്ചിരുന്നേ മതിയാവുള്ളൂ കേട്ടോ. അത് ഇന്നത്തെ കാലത്ത് വളരെ മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു കാര്യമാണ്. എത്രയൊക്കെ എനിക്ക് സോഷ്യൽ മീഡിയ ഇഷ്ടമല്ല എന്ന് പറഞ്ഞാലും നമുക്ക് നമ്മുടെ ബിസിനസ് പ്രൊമോട്ട് ചെയ്യണമെങ്കിൽ ഈ വാട്സാപ്പ്, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് അങ്ങനെയുള്ള സോഷ്യൽ മീഡിയ ഹാൻഡിൽസിൻ്റെ ഒരു ഹെൽപ്പ് ഉണ്ടായാലാണ് നല്ലത് കേട്ടോ. അതല്ലാതെ ചെയ്യുന്നവരുണ്ട് ഓഫ്ലൈനായിട്ട്. ഞാൻ ഓൺലൈനായിട്ടും കൂടെ നമുക്കൊന്ന് പച്ച പിടിക്കണം എന്നുണ്ടെങ്കിൽ ഇതൊക്കെ മാൻഡേറ്ററിയാണ് കേട്ടോ. അപ്പം ഞാൻ ഓരോന്നും നമ്മുടെ മാനിക്യൂണിൽ ഇട്ടിട്ട് ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. ഇതെൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആണ്. ഇതിൻ്റെ പ്രിൻറ്റും കൊള്ളാം, എനിക്കിതിൻ്റെ കളറും ഇഷ്ടപ്പെട്ടു. എല്ലാത്തിനും നമ്മൾ പൈപ്പിംഗ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കോഡ് പൈപ്പിംഗ് ആണ് ചെയ്തിട്ടുള്ളത്. ജസ്റ്റ് ക്രോസ് പീസ് മടക്കി തുന്നല്ല, അതിൻ്റെ ഉള്ളിൽ കോഡ് വെച്ച് പൈപ്പിംഗ് ആദ്യം റെഡിയാക്കി എടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇതിപ്പോൾ വീഡിയോയിൽ കാണാൻ അത്ര രസമല്ലെങ്കിലും നല്ല രസമായിട്ടുള്ളൊരു പേസ്റ്റൽ ഷെയ്ഡാണത്. അതൊരു ബേബി പിങ്കിൽ റെഡും വൈറ്റും പ്രിൻ്റ് വരുന്നതാണ്. ഇത് നിങ്ങൾ ഓൾറെഡി എൻ്റെ ചാനൽ കണ്ടിട്ടുണ്ടാവും. ഞാൻ അതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ട്യൂട്ടോറിയൽ പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർ എന്തായാലും വീഡിയോ ഒന്ന് മറക്കാതെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങൾക്ക് അതിൽ വരുന്ന അഭിപ്രായമൊക്കെ പറയണം കേട്ടോ. ഫോട്ടോ എടുക്കലും പരിപാടിയൊക്കെ കഴിഞ്ഞു. ഞാൻ ഇനി ഇത് അയൺ ചെയ്ത് ഒന്ന് മടക്കി വയ്ക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ അയൺ ചെയ്യാൻ എടുത്തിട്ടുണ്ട്. ഞാൻ എൻ്റെ ഗ്രാവിറ്റി ഫീഡ് സ്റ്റീം അയണിലാണ് അയൺ ചെയ്യണത്. ഇതെടുക്കുമ്പോൾ എനിക്കിതിനെ പൊക്കി പറയാതിരിക്കാൻ പറ്റില്ല. അത്രയും നല്ല അയൺ ബോക്സാണ്. നിങ്ങൾ പ്രൊഫഷണലായിട്ട് നിങ്ങളുടെ വർക്കിനെ ഒന്ന് എലവേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു 3500 രൂപ മുടക്കി ഈ ഒരു അയൺ ബോക്സ് മേടിക്കുന്നതിൽ യാതൊരു ലോസും വിചാരിക്കണം കേട്ടോ. കുറച്ചെങ്കിലും പേർക്ക് സംശയം ഉണ്ടാവും, ഈ അയൺ ബോക്സൊക്കെ ഭയങ്കര കറണ്ട് ബില്ല് വരുത്തില്ലേ എന്നുള്ളത് കേട്ടോ. പക്ഷേ എൻ്റെ ഒരു എന്താ പറയുക, യൂസ് ചെയ്തിട്ടുള്ള ഒരു പരിചയത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ പറയണം, അത്ര വലിയ കറണ്ട് ബില്ലൊന്നും കൂടുതലായിട്ട് വരണില്ല. ഇതിപ്പോൾ ഞാൻ ഈ അയൺ ബോക്സ് മാത്രമാണ് യൂസ് ചെയ്യണത്. റെഗുലറായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നത് അയൺ ചെയ്യാനും ഏട്ടൻ്റെ ഡ്രസ്സ് അയൺ ചെയ്യാനും കുട്ടിയുടെ ഡ്രസ്സ് എല്ലാം അയൺ ചെയ്യാൻ ഇത് മാത്രമാണ് ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത്. എൻ്റെ നോർമൽ അയൺ ബോക്സ് ഞാൻ യൂസ് ചെയ്യാറേ ഇല്ല. ഇതിന് നല്ല ഹീറ്റ് ഉണ്ട്, പിന്നെ സ്റ്റീം വരും, പെട്ടെന്ന് ചുളിവ് നേരും. അപ്പോൾ ഈ അയൺ ബോക്സാണ് നമുക്ക് യൂസ് ചെയ്യാൻ ഇഷ്ടം. പിന്നെ ഞാൻ ഓൾറെഡി ഇവിടെ കണക്ട് ചെയ്തിട്ട് ഇട്ടിരിക്കുകയും ചെയ്യാണല്ലോ. അപ്പോൾ പിന്നെ ഇത് മാറ്റി വേറെ എത്തേണ്ട കാര്യമില്ല. നമ്മൾ പ്രോപ്പറായിട്ട് യൂസ് ചെയ്താൽ മതി കേട്ടോ, നല്ലതാണ്. അപ്പോൾ അങ്ങനെ. പിന്നെ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് പറയാനുണ്ടായിരുന്ന കാര്യം, നമ്മൾ എന്ത് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിലും, പുറത്തേക്ക് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിലും, ബിസിനസ്സിന് വേണ്ടി സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിലും, തുടക്കത്തിൽ ഒരു അയണിങ്, അത് കഴിഞ്ഞിട്ട് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെയും ഒരു അയണിങ്, അത് നമ്മുടെ ഫിനിഷിങ്ങിന് ഒരു പടി മുന്നിലേക്ക് നിർത്തും കേട്ടോ. ഇതിപ്പോൾ എനിക്ക് ഓൾട്ടർ ചെയ്യാനുള്ളതും കൂടെ ഒന്ന് അയൺ ചെയ്തെടുത്തതാണ്. സ്ലീവ് വെക്കാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു, വെച്ചിട്ടില്ലേ, ജസ്റ്റ് അയൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഉൾഭാഗം നോക്കിയപ്പോൾ അതിൻ്റെ ഫിനിഷിങ് അത്ര നല്ലതായിട്ട് എനിക്ക് തോന്നിയില്ല കേട്ടോ. അവർ ആ ഒരു നെക്കിൻ്റെ ഭാഗം ഇങ്ങനെ വെറുതെ റോ ആയിട്ട് കട്ട് ചെയ്തിട്ടിരിക്കുകയാണ്. സൈഡൊക്കെ ലോക്ക് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഫിനിഷിങ് എനിക്ക് അത്രയ്ക്ക് അടിപൊളിയാണെന്ന് തോന്നിയില്ല. പക്ഷേ വാട്ടെവർ, അത് റെഡിമെയ്ഡ് ആണല്ലോ, തുണിയൊക്കെ നല്ല ക്വാളിറ്റി ഉള്ളതായിട്ടാണ് കേട്ടോ തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാമോ.